അപ്പോൾ നമ്മൾ ഇപ്പോൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഫ്രീ ഫയർ. നമ്മൾ ഒരാളോടാണ് 1v1 കളിക്കാൻ പോകുന്നത്, വേറെ ആരോടുമല്ല, നമ്മളുടെ സ്വന്തം കൂട്ടുകാരനായിട്ടുള്ള ആദിത്യനോടാണ്. അവൻ പ്രോയാണെന്നുള്ളൊരു വിചാരം അവനുണ്ട്, അതൊന്ന് നമുക്ക് തീർത്തു കൊടുക്കണം ഗൈസ്. എങ്ങനെയും അവനെ നമുക്കിന്ന് പൊളിക്കണം. അതിനാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. ആ അവസരം ഇന്ന് വന്നെത്തി ഗൈസ്. ഇന്ന് ആദിത്യനെ നമ്മൾ പൊളിച്ചിട്ടേ ഇവിടുന്ന് കൂടി ആയിത്തിയാ വാടാ. അതെന്താ തൊട്ടപ്പോൾ വീഴാത്ത സാരല്ല ഗൈസ്. അത് നമ്മുടെ കൂട്ടുകാരനായതിനെ കുറച്ചധികം അറിയാം. പുഷ്പ 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 അതെല്ല എന്തായാലും ആവട്ടെ ഗൈസ്. നമ്മുടെ ഗായ്സിന് വേണ്ടിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓ ഗായ്സ്, നമ്മളെ ആദിത്യൻ പറപ്പിച്ച് കളഞ്ഞു ഗായ്സ്. എന്താണ് സാറിൻ്റെ നമ്മളങ്ങ് എടുക്കുവാണ് ഗൈസ്. അതെ ഗായ്സ്, ഇനി ഞാൻ ഈ വൃത്തികെട്ട ആദിത്യൻ ഞാൻ വെറുതെ വിടൂല. ഇനി ഇവനെയും കൊണ്ടേ ഞാൻ പോകും, ഇവനെയും കൊണ്ട് മാത്രം. നീ മിനിയൂര് വാങ്ങിച്ചിരുന്നോ? അതെന്താ അങ്ങനെ ടോക്ക്? ഞാൻ നിന്റെ റൂട്ട് ബോക്സ് എടുത്തപ്പോൾ എനിക്ക് കിട്ടി. ഉപ്പില്ലാത്ത കഞ്ഞിയില്ല, മിനൂസ് ഇല്ലാത്ത ഓറിയൻ ഇല്ല. അയ്യോ, എൻ്റെ ഗ്ലൂവാൾ നിൽക്കുമ്പോൾ ഇല്ല. മറ്റേ സംഭവം എടാ എന്നാൽ ഇത് ഇതാക്കാം. ഈ മാച്ച് എനിക്ക് നമുക്ക് ഇതാക്കാം കേട്ടോ. ഇതെന്തിൻ്റെ ഓറിയൻ്റെ വിളിച്ച് പെട്ടെന്ന് വരുന്നു. ഈ റൗണ്ട് നീ ഗൈസ്, നമ്മൾ ഈ റൗണ്ട് എങ്ങനെയൊക്കെയോ പിടിച്ചും പറിച്ചും ഈ റൗണ്ട് എടുത്തു ഗൈസ്. പക്ഷെ ഗൈസ്, ആദിത്യനൊരു ചില്ലറക്കാരനല്ല ഗൈസ്. നമ്മുടെ ഹെൽമെറ്റൊക്കെ വാൻ പൊട്ടിച്ച് ഇവനോടുള്ള പ്രതികാര സമയമാണ് ഗൈസ്. നമുക്ക് സാമ്രാജ്യം ആൾക്കാരനൊന്നും അല്ല, എന്നാലും ഒരു സാമ്രാജ്യം ഇരിക്കട്ടെ. ഞാൻ ഓനൊന്ന് സ്കോപ്പ് ചെയ്ത് ഹെഡടിക്കാൻ നോക്കിയതാണ്. അങ്ങനെ അങ്ങനെയൊന്നും വീഴ്ത്താൻ പറ്റൂല, അത് ഇപ്പോഴേക്ക് മനസ്സിലായി ഗൈസ്. ഡാ ആദിത്യ, നീ ഇങ്ങനത്തെ ഒരു ആളായിരുന്നുല്ലേ, ഇപ്പോഴറിയുന്നത് ഗൈസ്. ആദിത്യനെ നമ്മളിന്ന് ഇവിടുന്ന് തൂറ്റിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ആദിത്യ, നീ തീർന്നാണ് മോനെ. എന്താ നിനക്ക് ഇത്ര ഉറപ്പില്ല, എന്നാലും വെറുതെ തട്ടി പറഞ്ഞേ ഗൈസിൻ്റെ ഒക്കെ മുന്നിൽ. ഗൈസ് അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ ഇത് തമാശക്ക് പറഞ്ഞാണ് ഗൈസ്. ഓൻ്റെ വരവ് കണ്ടിട്ട് ഇന്നിനെ കൊന്നേ പോകുന്ന ഒരു ഹിമ്മതന്തി ഉണ്ടല്ലോ. ഭാഗ്യം ഗൈസ്. ഒന്ന് കിട്ടിയ സ്വീഡിന് ഉമ്മി. കെണ്ണുമാറ്റാൻ മറന്നു പോയി. പിന്നല്ല പുഷ്പ 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 കണ്ണു മാറ്റാൻ മറന്നുപോയി ഗൈസ്. ഇത്രയ്ക്കും ഗതി കിട്ടാത്തവൻ ഈ ലോകത്തുണ്ടോ ഭഗവാനെ എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടാവും. എങ്ങനെ പറയാണ്ടിരിക്കും, അമ്മാര് ആനല്ലേ ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ ഗൈസ്. ഒന്നും പുറത്തൊന്നും പോയി പറയില്ലേ ഗൈസ്. നമ്മൾക്ക് വ്യൂസൊക്കെ കുറവായിരിക്കും. പിന്നെ ഈ ചാനലൊരു ഗൈസ്, നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്. നമ്മുടെ ചാനലൊക്കെ ഈ വീഡിയോ അപ്ലോഡ് എന്നാ ആവുമെന്ന് അറിയില്ല ഗൈസ്. പക്ഷേ ഈ വീഡിയോ പിടിക്കുന്ന ദിവസമാണ് ചാനൽ തുടങ്ങിയത്. വീഡിയോ എനിക്ക് വീഡിയോ എടുക്കേണ്ട ശീലമൊന്നുമില്ല. അങ്ങനെയുണ്ട് ഗൈസ്. ചളി ആരും തെറി കമൻറ്റ് ചെയ്തിട്ടത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു 16 കിട്ടി. കൈറോസ് ഉണ്ട്, അതുകൊണ്ട് എൻ്റെ ആർമർ വേഗം പൊട്ടു. അതാണ് ഗൈസ്, അതാണ് കൈറോസ് ഉള്ളത്. പക്ഷെ ഇവിടെ അവസ്ഥ വേറെയാണ് ഗൈസ്.
പട്ടിക്ക് പാല് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഇവിടെ. അല്ല, പാമ്പിന് പാല് കൊടുത്ത് പാമ്പ് പാല് കൊടുത്തവനെ കടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഇവിടെ. കാരണം ഇവരാണ് ഗൈസ് എനിക്ക് കൈറോസിനെടുത്തത്. ആ കൈറോസ് ഇവൻ തന്നെ ഒരു ഭീഷണിയായി. എന്താല്ലേ ഗൈസ്, ആ കാലം പോയൊരു പോക്കേ. എടുത്ത് കൊടുക്കണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പൊ നാട്ടുകാരൊക്കെ പറയുന്നത്. ഇവനോ ഞാൻ ഏത് അറ്റത്ത് ഒളിഞ്ഞിരിക്കുമ്പോഴാ ഈ ഗൺവിംഗൻ മോൺസ്റ്റർ. ഗണ്ണ് മാറ്റാൻ മറന്നുപോയി. നോക്കി പറയും എവൻ്റെ ഏത് കണ്ണായിരുന്നു. ഞാൻ എപ്പോഴും പറയും ഗണ്ണ് മാറ്റാൻ മറന്നുപോയി. ഞാൻ പിന്നെ എൻ്റെ ഒരു സത്യത്തെ MP40 എടുത്ത് പൊളിക്കാനായിരുന്നു നോക്കിയത്. പക്ഷെ നല്ല അസലായിട്ട് പാളിപ്പോയി. ഇനി നിന്നെ ഞാൻ വെറുതെ വിടൂലടാ ആദിത്യ മോനെ. നിന്നെ വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എസ്കേസാ ആരുടെയില്? എടാ ഒരു മിനിറ്റ്, എൻ്റെ P90 സ്കിന്നൊക്കെ ഞാൻ എടുത്താണല്ലോ. പക്ഷെ അത് എനിക്ക് ഇന്ത്യയിൽ കാണാനില്ല. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. ആ അതന്നെ. നീ ഇങ്ങോട്ട് വാടാ മോനെ ശുപ്പാണ്ടി. ഇനി നീ വാ. ഞാൻ ഇത്ര നേരം ഞാനാ വന്നത്. ഇനി നീ വാ. ഇതാടാ വരുന്നടാ. ഇന്ന് ഞാൻ പൊളിക്കും. വാ എൻ്റെ ഓരം കഴിയട്ടെ. അയ്യോ ഉണ്ട കഴിഞ്ഞു. ഓ ഗൈസ്, ഉണ്ടയുടെ വ്യത്യാസത്തിലാണ് ഗൈസ്. ഇപ്പൊ വെറും ആളല്ലടാ ഇരിക്ക. ഇനി ഞാൻ എടുക്കണ ഗൺസ് പറയാം. അതന്നെ ഞാനും എടുക്കും. നീ ഗൺസ് പറ. പറച്ച കുട്ടി. അതാണ് ഞാൻ അടുത്ത ഗൺസിൻ്റെ ഒക്കെ പേര്. എന്തേ ഗൺസ് പറയാൻ പറ്റില്ല. സോറി. ഓക്കെ, എൻ്റെ ഗൺസാണ് എൻ്റെ P90 MP40 ആവും അല്ലേ? ആ പിന്നെ സംശയം P90 MP40. നിനക്ക് തെറ്റിപ്പോയടാ. നമ്മുടെ കൈറോസിൻ്റെ മെയിൻ ഗണ്ണ് ഏതാ? അതാണ് ഞാൻ എടുത്തത്. ഫാമാസ് 3. ഉമ്മേ അപ്പോൾ ഒളിയണ്ടായിരുന്നു. എൻ്റെ ഉണ്ട കഴിഞ്ഞു പോയി. അതുകൊണ്ട് അപ്പോഴേക്ക് റീലോഡ് വന്നു. ഇവിടെ കിടന്ന് ഗ്ലൂവാള് പൊട്ടിച്ചിട്ട് കാര്യമില്ല. അവൻ പുറത്തേക്കിറങ്ങാൻ പോണില്ല. ലോകം വിളിച്ചിരുന്നേ. അടിച്ചു ഗൈസ് ഞാൻ. അപ്പോൾ ഈ കളി ഞാൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.